ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God's name be glorified. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരപ്പെടുന്നതിനെ കുറിച്ചും ഭയപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുകയായിരുന്നു. Dear ones, last week we were discussing about being anxious and being worried. എന്തിനാണ് ഈ നിഷേധാത്മകമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? Why are we thinking about all these negative things? കാരണം ഈ കാലഘട്ടം ആ നിലയിലുള്ളതാണ്. Because this time is like that. ആളുകള് വലിയ ചിന്താകുലങ്ങളിലും അതുപോലെ തന്നെ ഭയപ്പാടിലും ഒക്കെയാണ്. People are in great distress and worrying these days. അതിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള ഒരു മോചനം ദൈവസഭയിലും ദൈവവചനത്തിലും കർത്താവിലുമാണ്. In the church and in the Lord is what we have the deliverance from that. അതുകൊണ്ടാണ് നമ്മൾ ആ വചനങ്ങള് ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ചിന്തിച്ചത്. That's why we discussed about these verses last week. ഇന്നും അതിന്റെ ഭാഗമായിട്ട് ഭയപ്പെടരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് മരണഭയത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക് തുടക്കത്തിൽ വായിക്കാം. Let's continue discussing on that. Let's discuss on a verse about fear of death. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. Hebrews chapter 2 verse 14 and 15. അവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയില് നമ്മളെപ്പോലെ ജഡത്തിൽ വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. There it says about Jesus coming in our flesh. അങ്ങനെ വന്ന് കർത്താവ് കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. What he did after coming in flesh, he through the power therefore since the children share in flesh and blood, he himself likewise also partook of the same, that through the death he might render powerless him who had power over death, that is the devil. മരണത്താൽ നീക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. So what is the benefit for us? It says in verse 15 that he might free those who were through fear of death were subjected to slavery all their life. കർത്താവായ യേശുക്രിസ്തു നമ്മെ പോലെ ജഡരക്തങ്ങൾ എടുത്ത് ഈ ഭൂമിയിൽ വന്നു. Jesus took flesh and blood like us. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ പിശാചിനെ തോൽപ്പിച്ചു. What is the benefit of that? He overcame devil. പാപത്തിന് പരിഹാരം വരുത്തി. He made restitution for the sins. നമ്മെ കർത്താവിനോട്ട് ഉള്ള ബന്ധത്തിൽ നിന്ന് വീണുപോയ നമ്മളെ ദൈവത്തിലേക്ക് പുനരാനയിച്ചു. He restored us to the fellowship with the Father. ഇതെല്ലാം ശരിയാണെങ്കിലും ആ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഇപ്പോ പറയുന്നു. Even though all these are correct, that is not what is mentioned in these two verses. യേശു ജഡരക്തങ്ങളോടെ വന്നത് എന്തിനാണെന്നാ ഇവിടെ പറയുന്നത്? What does it say? Jesus came in flesh and blood for what? നമ്മുടെ മരണഭീതി നീക്കാൻ വേണ്ടിയാണെന്നാ ഇവിടെ പറയുന്നത്. To remove the fear of death from us. തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളുണ്ട്. പാപത്തിന് പരിഹാരം വരുത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു. There are other things also. Jesus made the restitution for the sins. എന്നാൽ ഇവിടെ ഇതാ ഭീതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയൂടെയാണ് യേശു ഭൂമിയിൽ വന്നത് എന്ന് പറയും. But here it says Jesus came to earth to make a solution for fear. അതെന്ത് ഭീതിയാ? What type of fear is that? മരണഭീതിയാ. Fear of death. പ്രിയമുള്ളവരെ, ഭയത്തില് ഏറ്റവും വലിയ ഭയം എന്താ? What is the biggest fear? ഏറ്റവും വലിയ ഭയം തീർച്ചയായും മരണഭയം തന്നെയാണ്. Biggest fear is fear of death. ഈ മരണഭയത്തിന്റെ ഭാഗവും അതിന് താഴെ വരുന്നതുമാണ് മറ്റു പല ഭയങ്ങളും. All other fear come below this fear. നമ്മള് ഇസ്രായേൽ മക്കൾക്കെതിരെ ഒരിക്കല് ഫെലിസ്ത്യര് യുദ്ധത്തിന് വന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. We know about one time the Philistines came to attack Israelites. ഫെലിസ്ത്യര് ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോ ഒരാളെ മുൻപിൽ നിർത്തി. When they came for the battle with Israelites, they put one person in their front. ആ ആള് ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ മല്ലനായിരുന്നു. They put a giant named Goliath in front of them. എന്നിട്ട് പറഞ്ഞു, നിങ്ങള് എല്ലാരോടും യുദ്ധം ചെയ്യണ്ട. Then they told, you don't need to fight with every one of us. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് വന്നിട്ട് ഞങ്ങളുടെ ഈ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യും. One of you can come forward and fight with this Goliath.
ഗോലിയാത്തിനെ തോൽപ്പിച്ച ഞങ്ങൾ എല്ലാവരും തോറ്റു എന്ന് സമ്മതിക്കാം. If you can defeat Goliath, then we'll say that we all are defeated. ഈ മല്ലനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തോറ്റു എന്നർത്ഥം. If you cannot defeat this giant, then you are failed in this battle. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത്. 1 Samuel 17 verse 51 is where we see this verse. 1 ശമൂവേൽ 17:51 നമ്മൾ ഗോലിയാത്തിനെ മുന്നിൽ നിർത്തി അവര് പറയുന്ന കാര്യം കാണുന്നു. 51 we see what they told about Goliath. അവര് ഗോലിയാത്തിനെ ഒരു ചാമ്പ്യനായിട്ടാണ്, ഒരു നേതാവായിട്ടാണ് നിർത്തിയത്. They brought Goliath as like a champion for them. ആ ഗോലിയാത്തിനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എന്തില്ല, വേറെ ആരുമില്ല, മറ്റ് ചെറിയ മല്ലന്മാരും അതിനോടൊപ്പം തോറ്റു. When they defeated Goliath, the rest all giants they ran over. ആ വാക്യമാണ് നമ്മൾ 17:51 കാണുന്നത്. That is the verse we see in 1 Samuel 17:51. അതായത് ഗോലിയാത്ത് തോറ്റാൽ താഴെയുള്ള മല്ലന്മാരെല്ലാം അവരെല്ലാം തോറ്റു. If Goliath is defeated, then all other giants are also defeated. ഇവിടെ നമ്മൾ പറഞ്ഞത് ഗോലിയാത്ത് എന്ന് പറയുന്നത് മരണഭയം. So what we said is this Goliath is a fear of death. ഈ ഗോലിയാത്തിനെ, ഈ മരണഭയത്തെ നമ്മൾ തോൽപ്പിച്ചാൽ മറ്റു ഭയങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ തോറ്റുകൊള്ളും എന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. If we overcome this fear of death, then all other fears we can overcome. പ്രിയപ്പെട്ടവരെ, സത്യത്തില് നമ്മുടെ പല ഭയങ്ങളും മരണത്തോട് ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. Dear ones, most of our fears are related to death. എപ്പോഴിത് സംഭവിക്കും എന്നൊരു വ്യക്തതയില്ല. When will our death happen? എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. When anytime it can happen. ആ അനിശ്ചിതത്വം തന്നെ അതിനെക്കുറിച്ചുള്ള പേടി വർദ്ധിപ്പിക്കുന്നുണ്ട്. That suspense itself makes that fear make it more. എന്നിട്ട് മരണത്തിന് അപ്പുറത്തുള്ള കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്തുള്ള മനുഷ്യർക്ക് വലിയ ധാരണയൊന്നുമില്ല. People in this world don't know what is after death. അവിടെയും ആ കാര്യത്തെക്കുറിച്ചും ഈ ലോക മനുഷ്യർക്ക് ഒരു അവ്യക്തതയാണുള്ളത്. They don't have any clue what is going to happen after death. ആ അവ്യക്തത അതുകൊണ്ട് തന്നെ അവരെ പേടിപ്പിക്കുന്നു. മരണം കഴിഞ്ഞ് എന്തായിരിക്കും? Because they are clueless, they are afraid of what is happening after death. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നിലയിലാകരുത്. Dear ones, we should not be like this. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണത്തിനപ്പുറം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. For us, it is written in the Bible what is there after our death. അവിടെ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം 2 തരത്തിലുള്ള വിധികളെ അവർ നേരിടും. All the people on this earth will have 2 types of judgment. ഒരു കൂട്ടര് അന്ത്യന്യായവിധി, ആ നരകശിക്ഷയിലേക്ക് പോകും. One group of people will go to the final judgment and to hell. മറ്റേ കൂട്ടര് അവര് സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം സന്തോഷത്തിന്റെ ആ പർദീസയിലായിരിക്കും. Other group of people will be with God in the heavens. ഈ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. The decisions what we take on this earth matters whether we are going to which place. നാം ഈ ഭൂമിയിലെ ജീവനോടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. ഇതാണ് കാര്യങ്ങളെ വ്യത്യാസമാക്കുന്ന ആ കാര്യം. When we are alive on this earth, we should accept Jesus as our Savior and Lord. അങ്ങനെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർ മരണാനന്തരം പർദീസയിലേക്ക്, സ്വർഗത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പോകും. Those who accepted Jesus as the Savior and Lord will go to heaven in the joy. അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചോ, What will happen to the other group of people? അവരെത്ര നല്ല മനുഷ്യരാണെങ്കിലും, Even though they are very good people, അവര് എത്ര ത്യാഗപരമായി ജീവിച്ചാലും, they would have lived very sacrificially. അതുപോലെ തന്നെ എന്തെല്ലാം ആ നിലയില് അവരവരുടെ ശരീരത്തെ പീഡിപ്പിച്ച് ഒക്കെ ആ നിലയില് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാലും, They try to please God in different ways. പക്ഷേ അതൊന്നും ഫലവത്താവുകയില്ല. But all of them doesn't make any value. ആ നിത്യശിക്ഷാവിധിയിലേക്ക് കർത്താവിനെ സ്വീകരിക്കാത്ത എല്ലാവരും തള്ളപ്പെടും. God will put all of them to the hell. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് എടുക്കേണ്ടത്. We have to take this decision when we are alive on this earth. ഈ ജീവിതത്തിൽ വെച്ച് നമ്മൾ എടുക്കുന്ന ഈ കൊച്ചു തീരുമാനം
കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർക്കും മരണാനന്തരം. The small decision what we take on this earth will matters to us once we are after our death. എനിക്കറിയാം ഇവിടെ സഭയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ നിലയിലെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ്. I know everybody sitting in this church has accepted Jesus as the Savior and Lord. അതുകൊണ്ട് തന്നെ മരണത്തിനപ്പുറം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. So we should not be afraid what will happen after our death. ദൈവവചനം ആ കാര്യം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. God's word says it clearly to us. നാം ഇന്ന് മരിച്ചാൽ If we die today, നാം കർത്താവിനോടൊപ്പമായിരിക്കും. we will be with the Lord. ഈ ഒരു ബോധ്യം, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. We should have this assurance in our life. അത് മരണഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. That will save us from the fear of death. ആ ഭയം ഗോലിയാത്തിനെ പോലാണ്. അവനാണ് ആ ചാമ്പ്യൻ, ആ യഥാർത്ഥ മല്ലൻ. The fear of death is the champion like Goliath. ആ മല്ലനെ, ആ മരണഭയത്തെ തോൽപ്പിച്ചാൽ ഈ ലോകത്തിലെ പലതിനെ കുറിച്ചുള്ള പേടിയും അപ്രസക്തമായി തീരും. If you overcome the fear of death, then all other fears will become will not be a problem for us. ഈ നിലയില് കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. God has given us assurance like this. നമുക്ക് എപ്പോഴെങ്കിലും സംശയങ്ങൾ തോന്നുമ്പോൾ Whenever we have doubt, നമ്മൾ ഈ ദൈവവചനത്തിലേക്ക് വരിക. we should come back to the word of God. ദൈവത്തില് നമ്മുടെ വിശ്വാസത്തിന്റെ വാക്കുകള് പ്രാർത്ഥനയായിട്ട് കർത്താവിനോട് ഏറ്റു പറയുക. Let's say our words of faith in prayer to God. നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന അസ്വസ്ഥതകള് പിശാചിൽ നിന്നുള്ളതാണെന്ന് കണ്ട് അതിനെ ശാസിക്കുക. All the disturbance or worries which comes in our mind is from devils. Also rebuke that all these thoughts which comes from Satan. അതിനുശേഷം നമുക്ക് സന്തോഷമായിട്ട് ദൈവസന്നിധിയില് നമുക്കായിരിക്കാനായിട്ട് കഴിയുമല്ലോ. We can be happily living for the Lord. നമ്മളിവിടെ എബ്രായർ 2:14-15 വായിച്ചത് കർത്താവായ യേശുക്രിസ്തു വന്നു മരിച്ചത് നമ്മളെ മരണഭയത്തിൽ നിന്ന് വിടുവിക്കാനാണെന്ന്. We read in Hebrews that Jesus came to save us from our fear of death. അപ്പോ ഇപ്പോഴും നമ്മള് മരണഭയത്തിലാണെങ്കിൽ യേശു 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്ന് മരിച്ചതിന്റെ പ്രയോജനം നമ്മൾ എടുത്തിട്ടില്ല. Even if we are under fear of death today, then we have not taken the benefit of Jesus dying for us. കർത്താവ് ഇത്രയും വർഷം മുമ്പ് ഭൂമിയിൽ വന്ന് മരിച്ചതിന്റെ പ്രയോജനം നമ്മൾ എടുക്കണ്ടേ? We need to take the benefit of Jesus dying for us. നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വാസികളല്ലേ? We are Christians, or we are believers also. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മരണഭയം വന്നാൽ അത് നമുക്കുള്ളതല്ല. We should not take the fear of death. ആ മരണഭയം നമ്മുടെ ചിന്തയിൽ വന്നാൽ നമ്മൾ അതിനെ തള്ളിക്കളയണം. If this fear of death comes in our mind, then we need to cast it out. കാരണം യേശു മരിച്ചത് നമ്മളെ മരണഭയത്തിൽ നിന്ന് വിടുവിക്കാനാണ്. Because Jesus died to save us from this fear of death. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴും ശിഷ്യന്മാരൊക്കെ മരണഭയത്തിന്റെ പല രംഗങ്ങളിലൂടെ കടന്നുപോയി. When Jesus was on this earth, many of the disciples went through this fear of death. ആ രംഗങ്ങളിലൊക്കെ യേശു ആദ്യം അവരുടെ ആ നിലയിലുള്ള മരണഭയത്തെ ശാസിക്കുകയാണ് ചെയ്തത്. In all the situations, Jesus was rebuking their fear. മത്തായി എഴുതിയ സുവിശേഷം 8-ാം 26-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗം കാണുന്നു. In Matthew chapter 8 verse 26, we see a similar situation. അവിടെ ശിഷ്യന്മാര് പടകിൽ പോകുമ്പോ ആ പടക് ആ വെള്ളത്തില് കോളിളക്കത്തില് മറിഞ്ഞ് അവരെല്ലാം മരിച്ചു പോകും എന്നൊരു പേടി അവർക്ക് വന്നു. When disciples were going in the boat, there was a wind and waves, and they were scared whether they will die in this water. അവിടെ പടകിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ യേശു ഉറങ്ങുകയായിരുന്നു. Jesus was in the boat, but he was sleeping. ഈ മരണഭയം വന്നപ്പോൾ ഉറങ്ങിക്കിടന്ന യേശുവിനെ അവര് വിളിച്ചുണർത്തി. When they had this fear of death, they called Jesus. ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ മരിച്ചു പോകുന്നു, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. We are perishing, you don't care for us. യേശു ഉണർന്ന് ഒന്നാമത് അവരുടെ മരണഭയത്തെയാണ് ശാസിക്കുന്നത്. Jesus walk and then he's scolding their, or there he's rebuking their little faith. എന്നിട്ട് താന് ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. Then he rebuked the wind and the sea. മത്തായി എഴുതിയ സുവിശേഷം 14-ാം വാക്യം നോക്കുക. Matthew chapter 14 verse 27. അവിടെയും യേശു ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നു. There also Jesus sends them alone, send the disciples alone.
യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിൽ തന്നെ നിന്നു. Jesus sat at the mountain to pray. ശിഷ്യന്മാര് പടക് കയറി കടലിലൂടെ യാത്രയായി. Disciples took the boat and then they were sailing through the sea. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ വീണ്ടും പടക് മുങ്ങുമെന്ന സ്ഥിതിയായി. At the 4th hour, the boat was about to sink. അവരാകെ വിഷമത്തിലായി, They were all frightened. പേടിയിലായി. They were all frightened. അപ്പോ യേശു കടലിന്മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്നു. Jesus walked on the water and came to them. അത് അവരെ കൂടുതൽ ഭയപ്പെടുത്തി. That made them more scared. അവര് വിചാരിച്ചു അതൊരു ഭൂതമാണെന്ന് They വിചാരിച്ചു. thought that is a ghost. അങ്ങനെ മരണഭയവും ഭൂതത്തെക്കുറിച്ചുള്ള ഭയവും എല്ലാമായിട്ട് നിൽക്കുമ്പോൾ യേശു വന്ന് ആ ഭയങ്ങളെ ശാസിക്കുന്നു. They had the fear of death and the fear of the ghost, and then Jesus came and then he rebuked their fear. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ മറ്റൊരു സംഭവം കാണുന്നു. In Matthew chapter 17, 6 and 7, we see another situation. അവിടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട 3 ശിഷ്യന്മാരുമായി യേശു മറുരൂപമലയിലായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. In that passage, we see Peter, James, and John with Jesus. They are at the Mount of Transfiguration. അവിടെ വെച്ച് മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നു. At that time, Moses and Elijah is speaking to Jesus. യേശു തന്നെ രൂപാന്തരപ്പെടുന്നു. Jesus became transfigured. ഈ രംഗത്തും ഈ ശിഷ്യന്മാരെ ഭയപ്പെട്ടു പോയി. At this situation also, disciples were frightened. അവിടെയും യേശു അവരുടെ ഭയത്തെ ശാസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. There also we see that Jesus rebuking their fear. മത്തായി എഴുതിയ സുവിശേഷം ഒടുവിലത്തെ അധ്യായം 28-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കുക. Matthew chapter 28, verse 10. അവിടെയും നമ്മൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് കാണുന്നത്. There we see Jesus who has been resurrected. യേശുവിന്റെ കല്ലറയ്ക്കൽ വന്ന സ്ത്രീ, The lady who came to the tomb of Jesus, അവള് യേശു ഉയർത്തു എന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോകുന്നു. she understood that Jesus risen from death and she walks back. ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി പോകുന്നു. She went and told that to disciples. ശിഷ്യന്മാരും സ്ത്രീയും അവരെല്ലാവരും ആ നിലയില് എന്താ ഇത് എന്നൊരു വ്യക്തതയില്ലാതെ നിൽക്കുമ്പോൾ Disciples and that lady, they ran back to the tomb and they were thinking what is happening. ഉയർപ്പിക്കപ്പെട്ട യേശു മത്തായി 28:10 ഇതാ വീണ്ടും ഭയത്തെ ശാസിക്കുന്നു. The resurrected Jesus comes and then rebuke their fear. പ്രിയപ്പെട്ടവരെ, നമ്മള് മത്തായി എഴുതിയ സുവിശേഷം, ആദ്യത്തെ സുവിശേഷത്തിൽ നിന്ന് 4 ഭാഗങ്ങളാണ് വേഗത്തില് പറഞ്ഞത്. Dear ones, we saw the 4 passages from the Gospel of Matthew. മത്തായി 8-ാം അധ്യായം, 14-ാം അധ്യായം, Matthew chapter 8, verse 14. 8-ന്റെ 26, 14-ന്റെ 27, Matthew 8, verse 26, Matthew 14, verse 27, മത്തായി 17-ന്റെ 6-7, Matthew chapter 17, 6 and 7, മത്തായി 28-ന്റെ 10. Matthew chapter 28, verse 10. അങ്ങനെ നമ്മള് ഒരു സുവിശേഷത്തിൽ നിന്ന് മാത്രം വേഗം വളരെ 4 സംഭവങ്ങൾ എടുത്തു പറയുകയായിരുന്നു. From one gospel itself, we saw 4 passages like this. ഈ 4 സംഭവങ്ങളിലും യേശു എന്ത് ചെയ്യുന്നു? അവരുടെ മരണഭയത്തെയും അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് പേടികളെയും ശാസിക്കുന്നു. In all these 4 passages, we see that Jesus rebuking the fear of death and all other fears what they had. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഏതിനെയെങ്കിലും കുറിച്ചുള്ള പേടിയുണ്ടെങ്കിൽ, If we all sitting in the presence of the Lord, do we have fear of anything else? യേശു ക്രിസ്തുവിന് മാറ്റമൊന്നുമില്ല. അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പേടിയെ ശാസിക്കുകയാണ്. Jesus is same yesterday and today and forever, and if he comes to our midst, he will rebuke our fear. എബ്രായർ 13-ന്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ പറഞ്ഞത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും സെയിം ആണ്. Hebrews chapter 13, verse 8 is what we mentioned, that Jesus is same yesterday, today and forever. അപ്പോ അന്ന് ശിഷ്യന്മാരെ അഭിമുഖീകരിച്ചപ്പോൾ ഭയത്തെയാണ് ഒന്നാമത് ശാസിച്ചതെങ്കിൽ, ഇന്ന് നമ്മളെ അഭിമുഖീകരിക്കുമ്പോഴും യേശുവിന് മാറ്റമൊന്നുമില്ല. When Jesus meet the disciples, the first thing he did was he was rebuking their fear. Same thing he will do today, even if he comes and meet us. അവിടുന്ന് നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ഭയം മാറ്റിവെക്കുക. He tells us, remove your fear. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് മരണഭയവും അതിന്റെ താഴെയുള്ള മറ്റു ഭയങ്ങളും എന്തെങ്കിലും അതിന്റെ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയില് അത് സമർപ്പിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. Dear ones, if we are having a fear of death or any other fears, let's surrender that to the Lord and get delivered from that. കാരണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്.
because God expects that from us. നമ്മൾ ഭയങ്ങളില്ലാത്തവരായിരിക്കണം അവിടുന്ന് അത് ആഗ്രഹിക്കുന്നു. We should live without fear. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഇതുപോലെ തന്നെ ഭയത്തിനെതിരെ ദൈവം തന്നെ പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി വായിക്കാം. Let's read some verses from Old Testament where God says about fear. യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം, Isaiah chapter 41. അതിന്റെ 41-ന്റെ 13 വാക്യം നോക്കുക. Isaiah chapter 41 verse 13. അവിടെ നമ്മൾ കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. For I am the Lord your God who upholds your right hand, who say to you, do not fear, I will help you. കണ്ടോ, അവിടെ ഈ വാക്യങ്ങള് പഴയ നിയമത്തിലെ വാക്യമാണെങ്കിലും നമ്മളോടുള്ള വ്യക്തിപരമായ ഒരു വാഗ്ദാനമായിട്ടും ദൈവത്തിന്റെ വായിൽ നിന്ന് നമ്മളോടുള്ള ഒരു വാക്യങ്ങളായിട്ടും നമ്മൾ ഈ വാക്യങ്ങളെ ധ്യാനിക്കുക. This is a verse in the Old Testament, but this is a verse which God is telling to us personally. ഇവിടെ പറയുന്നു, ഞാൻ എന്തോ ചെയ്യും? ദൈവം പറയുന്നു, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിക്കും. Here what does the God says? He upholds us by the right hand. വെള്ളത്തിൽ മുങ്ങി ചാകാൻ തുടങ്ങുന്ന ആളിനെ രക്ഷപ്പെടുത്തുമ്പോൾ യേശു എന്താ ചെയ്തത്? ആദ്യം വലങ്കൈക്ക് പിടിച്ച് ഉയർത്തിയെടുക്കുക ചെയ്യുന്നു. We see that when Peter was about to drown, Jesus pulled his right hand and then pulled him up. എന്ന് പറഞ്ഞതുപോലെ, പ്രിയ സഹോദര സഹോദരി, നീ ഏതെങ്കിലും ഭയത്തിൽ പെട്ട് മുങ്ങി താഴുകയാണെങ്കിൽ അവനിതാ നിന്റെ വലങ്കൈക്ക് പിടിക്കുന്നു. Dear brother, sister, if you are sinking in any of this fear, then Jesus will hold your right hand. എന്നിട്ട് എന്താ പറയുന്നത്? ഭയപ്പെടണ്ട എന്ന് പറയുന്നു. What he says, do not fear, I will help you. കാരണം അവിടുന്ന് ജഡത്തിൽ വന്ന് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിമോചിപ്പിച്ചവനാണ് അവിടുന്ന്. Because he came in our flesh and then he delivered us from the fear of death. ആ കർത്താവാണ് നമ്മളോട് പറയുന്നത് ഭയപ്പെടണ്ട എന്ന് വലങ്കൈക്ക് പിടിച്ച് പറയുന്നത്. That God is saying as he is upholding us the right hand and saying, do not fear. അതിന്റെ അടുത്ത വാക്യം നോക്കുക. Let's see the next verse also. അതിന്റെ 14-ാമത്തെ വാക്യം, 14th verse. അവിടെ പറയുന്നു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിഷയെ ഭയപ്പെടണ്ട. Do not fear, you worm Jacob. കണ്ടോ, യാക്കോബിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ വിശ്വാസികളായ നമ്മളെ എന്താ പറയുന്നത്? ദൈവം അഭിസംബോധന ചെയ്യുന്ന പുഴു എന്നാണ്. God address Jacob or Israelites or the believers that like a worm. അതായത് ഒരു സർപ്പന്റ്, ഒരു പാമ്പെന്ന് പോലും അല്ല പറയുന്നു. He didn't call us like a serpent. പാമ്പാണെങ്കിൽ ഉപദ്രവിച്ചാൽ അതിന് എന്ത് ചെയ്യാനും കഴിയും? അതിനെ തിരിച്ചു കടിക്കാനോ തിരിച്ച് തല ഉയർത്താനോ കഴിയും. Serpent can bite us back or he can attack us. എന്നാൽ ഒരു പുഴുവിനോ, But a worm, പുഴുവിനെ അതിനെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഒക്കുകയില്ല. worm cannot even defend himself. അത് ഏറ്റവും ബലഹീനമായ ജീവിയാണ്. That's the weakest of the animals. ഓടിപ്പോകാൻ അതിനറിഞ്ഞുകൂടാ. He doesn't know even to run. നമ്മൾ പല രംഗങ്ങളിലും പുഴുവിനെ പോലെ തന്നെ അല്ലേ? In many situations we are like worms. നമ്മുടെ യഥാർത്ഥ സ്ഥിതി അറിയാവുന്ന ദൈവം നമ്മളോട് പറയുന്നു, പുഴുവായ യാക്കോബി. The God who knows our real situation is saying, the worm Jacob. ഞാൻ എന്ത് ചെയ്യും? നിന്നെ സഹായിക്കും, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. Do not fear, I will help you, declares the Lord. അതിന്റെ മുകളിലെ 13-ാം വാക്യത്തിലും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ സഹായിക്കും എന്ന് അവിടെയും പറയുന്നുണ്ട്. In verse 13 also we see that he says, do not fear and I will help you. ആരാ സഹായിക്കുന്നത്? Who is going to help you? വലിയവനായ ദൈവമാണ് സഹായിക്കുന്നത്. The God in the heaven. അവിടുന്ന് അങ്ങനെ നമ്മളെ സഹായിച്ച് നമ്മളെ ശക്തീകരിക്കും എന്ന് അവിടുന്ന് ഉറപ്പ് തരുന്നു. He will help us and he will strengthen us. അതിന്റെ ഈ അടുത്ത വാക്യം, അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ രസകരമായ ഒരു വാക്യമാണ്. Verse 15 is little more funny. അവിടെ പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും.
I have made you like a new sharp threshing sledge with double edges. You will thresh the mountains and pulverize them, and will make the hills like a chaff. ഇതാരാണ് ഈ പർവ്വതങ്ങളെ മെതിച്ച് പൊടിയാക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യുന്നത്? Who is going to thresh the mountain and make the hill like chaff? ആ തൊട്ട് തലേ വാക്യത്തില് പുഴുവായിട്ട് കണ്ട നമ്മളാണ്. The worm was mentioned in verse 13. അപ്പോ ഈ 14-നും 15-നും ഇടയ്ക്ക് പുഴുവിനെ എന്താക്കി തീർത്തു? ഒരു ബുൾഡോസർ ആക്കി തീർത്തു എന്ന് What വേണം. happened between verse 13 and 15? The worm became a bulldozer. ബുൾഡോസർ ആണല്ലോ വലിയ ഇതിനെയൊക്കെ ഇടിച്ച് തകർത്ത് ഇവിടെ ബുൾഡോസർ ഇല്ലേ? ഉം. അതിനെയൊക്കെ മെതിവണ്ടി എന്ന് ഇവിടെ പറയുന്നതിനെ, മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടി എന്ന് പറയുന്നതിനെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തില് ബുൾഡോസറിനോട് താരതമ്യപ്പെടുത്താം. നമ്മളെ എന്താക്കി തീർക്കും? ഒരു ബുൾഡോസർ ആക്കി തീർക്കും എന്നാണ് ഇവിടെ പറയുന്നത്. Yeah, we can compare ourselves with a bulldozer or like an excavator which goes and crushes all these mountains and hills. ആരാണ്? Who is that? ഒരു പുഴുവായിരുന്നു. He was a worm. പുഴുവാണ് പെട്ടെന്ന് ദൈവം ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് എന്താക്കി തീർത്തത്? ഈ നിലയില് ഒരു മെതിവണ്ടിയാക്കി തീർത്തത്. God made this worm into this excavator. നമ്മളെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് സഹായിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഈ നിലയില് ഏത് കാര്യത്തെയും നേരിടത്തക്കവണ്ണം ശക്തരാക്കി തീർക്കുന്നത്. The God says that I will help you, do not fear, and He has transformed us so that we can be like a bulldozer now. നമുക്കൊരു മാറ്റവും ഉണ്ടാക്കും. ഇനിയും നമ്മൾ പഴയ പുഴുവല്ല, നമ്മള് ആ നിലയില് വലിയ കുന്നുകളെ ഇടിച്ച് പൊടിയാക്കുന്ന ശക്തരായ ആളുകളാക്കി നമ്മളെ തീർക്കും എന്നൊരു വാഗ്ദാനമാണ് ഈ വാക്യത്തില് നമ്മൾ കാണുന്നത്. There's a promise that we are no more a worm. He will make us like a sledge with double edges. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞത് ഇത് വെറുതെ ആരെങ്കിലും പറഞ്ഞതല്ല. This is not something which somebody told simply. വലിയവനായ ദൈവമാണ് ഈ കാര്യം പറഞ്ഞത്. The heavenly God is said that. അവിടുന്ന് അവിടുത്തെ കുറിച്ച് 43-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. In verse 43 verse 1 it says, നേരത്തെ നമ്മൾ 41-ൽ നിന്നാണ് വായിച്ചത്. 43-ന്റെ 1-ാമത്തെ വാക്യം നോക്കുക. We read from chapter 41. Now we are reading from chapter 43 verse 1. അവിടെ പറയുന്നു, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. Thus says the Lord your creator, O Jacob, he who has formed you, O Israel, do not fear, for I have redeemed you. കണ്ടോ, ഇവിടെ ദൈവം നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ നിർമ്മിക്കുകയും ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്. If you see here, God has formed us and He's created us. നമ്മളെ സൃഷ്ടിച്ചു, അതിനുശേഷം നമ്മുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മളെ ആ കാര്യത്തിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചു, ഫോം ചെയ്തു. God created us and then He formed us. മാത്രമോ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, റിഡീം ചെയ്തിരിക്കുന്നു. I have redeemed you. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. I have called you by name. നീ എനിക്കുള്ളവൻ തന്നെ. You are mine. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Even though you pass through the water, I will be with you. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയയില്ല. If you pass through the rivers, they will not overflow you. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല. If you walk through the fire, you will not be scorched. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. Nor will the flame burn you. കണ്ടോ, നിന്നെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒടുവില് ആ 2-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ നമ്മളെ എന്താക്കി തീർക്കുന്നു? അഗ്നിജ്വാല ദഹിപ്പിക്കാത്ത, തീയിലൂടെ നടന്നാൽ വെന്തുപോകാത്ത ആ നിലയിലുള്ള അതിമാനുഷ്യരാക്കി മാറ്റുന്നു. The God who created us and formed us, we see in verse 2 that even if you go through flame, you won't be burned. Even if you go through fire, you will not be scorched. Even if you go through rivers, you will not overflow you. I'll be with you. കണ്ടോ, ഇവിടെ നിന്നെ നദിയിലും വെള്ളത്തിലും കൂടെ കടക്കാതെ ഞാൻ സൂക്ഷിക്കുമെന്നല്ല പറയുന്നത്. It doesn't say that I will protect you from passing through the waters. അതിൽ കടക്കാതെ സൂക്ഷിക്കുകയല്ല, അതിലൂടെ കടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നെ ധൈര്യപ്പെടുത്തി നിന്നെ സൂക്ഷിക്കുമെന്നാ പറയുന്നത്. It doesn't say that you will not pass through the waters, but it says even if you pass through the waters, I will protect you. നീ തീയിൽ കൂടെ നിന്നെ കടത്തി വിടുകയില്ല എന്നല്ല പറയുന്നത്,
തീയിൽ കൂടെ നടന്നാൽ നിനക്ക് വെന്തുപോകാതെ നിന്നെ സൂക്ഷിക്കാമെന്നാ പറയും. It doesn't say that you will not go through the fire, but it says even though you go through the fire, you will not be scorched. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? Did you understand the difference? ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മള് 3 യഹൂദ ബാലന്മാരെ കാണുന്നു. In the Daniel's chapter, we see about 3 young men, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ. Shadrach, Meshach, and Abednego. അവര് ആ നിലയില് തീയിലൂടെ കടക്കുന്ന രംഗം. They went through the fire. അവരെ വേണമെങ്കിൽ ദൈവത്തിന് തീ കടത്തി വിടാതിരി അത്ഭുതം ചെയ്യാമായിരുന്നു. God could have protected them without passing through the fires. എന്നാൽ അവരെ തീയിൽ കൂടെ രാജാവ് കടത്തി വിട്ടപ്പോ ആ നിലയില് അങ്ങനെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. God allowed them to pass through the fire as the king decided. എന്നാൽ ദൈവം എങ്ങനെയാണ് അവരെ സംരക്ഷിച്ചത്? How did God protected them? ആ തീയിൽ 4ാമനായിട്ട് അവിടുന്ന് തന്നെ ഇറങ്ങി വന്നു. He came as the 4th person in that fire. അതിന്റെ ഫലമായിട്ട് അവര് വെന്തുപോയില്ല, അവര് ആ നിലയില് ചാരമായി പോവുകയില്ല. Because of that, they didn't get burnt. ഇവിടെയും ആ ഒരു കാര്യമല്ലേ പറയുന്നത്, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. Same thing is mentioned here, that even though you pass through fires, you will not be scorched and flame will not burn you. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ദൈവമേ എന്നെ വലിയ വെള്ളത്തിലൂടെ കടത്തരുതേ, വലിയ തീയിലൂടെ കടത്തരുതേ എന്നാ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. Many times we pray that, Lord, don't allow me to go through this fire, or don't allow me to go through this big waters. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും തീയിലൂടെയും വെള്ളത്തിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. But in many situations, we see that we have to pass through the waters and pass through the fire. എന്നാൽ ആ തീയിലൂടെ നമ്മൾ കടക്കുമ്പോ നമ്മൾ വെന്തുപോകാതെ സൂക്ഷിക്കാൻ 4ാമനായിട്ട് ആ ദൈവം യഹൂദ ബാലന്മാരോടൊപ്പം തീയിലിറങ്ങി വന്നതുപോലെ നമ്മോടൊപ്പം ഇറങ്ങി വരും. Even though we have to go through the fire, God will be the 4th person in that fire, like how he came for the Jewish people. പ്രിയപ്പെട്ടവരെ, വ്യത്യാസം മനസ്സിലായോ? Did you understand the difference? നമ്മളെ ഒരു പ്രശ്നത്തിലും നമ്മളെ കടത്തുകയില്ലെന്നല്ല ദൈവത്തിന്റെ വാഗ്ദാനം. God didn't promise us that he will not allow us to face any temptation. നിന്നെ തീ കടത്തുകയില്ല, നിന്നെ വെള്ളത്തിൽ കടത്തുകയില്ല, അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. He didn't say that you will not pass through waters or you will not pass through fire. തീയിലൂടെ കടക്കും, വെള്ളത്തിലൂടെ കടക്കും. You will pass through fire and you will pass through water. എന്നാൽ നിന്നെ അതൊന്നും ബാധിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. But I will protect you from this. പ്രിയപ്പെട്ടവരെ, ഈ നിലയില് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. Like this, God is with us. നമുക്ക് ഈ വലിയവനായ ദൈവത്തില് ആശ്രയിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്യാം. Let's trust this God and be strengthened in him. ഞാൻ ഈ 43-ന്റെ 1-ാമത്തെ വാക്യം നമ്മളിപ്പോൾ ചിന്തിച്ചെടുത്ത് ദൈവം നമ്മളെ കുറിച്ച് ചെയ്ത 2 കാര്യങ്ങള് ഒന്ന് സൂചിപ്പിച്ചല്ലോ. I mentioned the 2 things which God did in verse 43, verse 1, chapter 43, verse 1. അവിടെ ദൈവം ഒന്നാമത് നമ്മെ സൃഷ്ടിച്ചു. First of all, God created us. നമ്മളെ ഈ ഭൂമിയിലെ ഒരു ജീവിതം അവിടുന്ന് സൃഷ്ടിച്ച് നമുക്ക് തന്നു. God gave us a life on this earth. ദൈവമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നത്. God gave us a life on this earth. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉരുവാക്കി. When we were in the womb of our mother, നമ്മളെ ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതം അവിടുന്ന് തന്നു. God gave us a life in this earth. നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ വലിയവനായ ദൈവമാണ്. God is our creator. എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടെ അവിടുന്ന് ചെയ്യുന്നു. He does one more thing. We see that നമ്മളെ ഈ ജീവിതത്തിൽ നമ്മളാകേണ്ടതിനനുസരിച്ച് നമ്മളെ ഫോം ചെയ്തെടുക്കുക കൂടെ ചെയ്യുന്ന ഒരു ദൈവമാണ്. He not only created us, he is forming us. സൃഷ്ടിച്ചവൻ അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഫോം ചെയ്യുക കൂടെ ചെയ്യുന്നു. The one who created us is forming us also. അപ്പോ സഹോദരി സഹോദരന്മാരെ, നമ്മളായിരിക്കുന്ന ജീവിതത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് നമ്മളെ ആ നിലയില് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തക്കവണ്ണം ക്രമീകരിക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ്. Dear brothers, sisters, God is forming us so that we can pass through the different situations what is there in our life. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ തലനാരിഴ കീറി പറയുന്നത്? Dear ones, why we are checking all these verses? കണ്ടോ, ദൈവവചനത്തിൽ എന്തിനാ ദൈവത്തെ സൃഷ്ടിച്ചവനെന്നും ഫോം ചെയ്യുന്നവനെന്നും എന്ന് 2 വിധത്തിൽ പറഞ്ഞിരിക്കുന്നത്? Why did it say that he is a creator and he who formed you? നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. To increase our faith after we understand the differences. സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്ന് നമ്മളെ സൃഷ്ടിച്ച് ഇവിടെ വിട്ട ദൈവം നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. The God who created us on this earth will not leave us orphans.
നമ്മളെ ഈ സാഹചര്യത്തിനനുസരിച്ച് അവിടുന്ന് ഫോം ചെയ്യുകൂടെ ചെയ്യുന്ന ദൈവമാണ് He എന്നാണ് ഇവിടെ forms us according to the situation. നമ്മള് ഇത് പറയുമ്പോ പലപ്പോഴും നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ഈ ജീവിതത്തില് പല കാര്യങ്ങളോട് ചേർന്ന് പോകേണ്ടതെന്ന്. Many times we don't know how to tackle these situations in our life. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ ദൈവം നമ്മളെ തുടർന്നും സഹായിക്കും. But the God who created and formed us will help us. കഴിഞ്ഞ ദിവസം പഴയ നിയമത്തിൽ ഇപ്പൊ യെശയ്യാവിന്റെ പുസ്തകമാണല്ലോ വായിച്ചത്. അതുപോലെ ഹോശേയയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം എനിക്ക് ഇതുപോലെ ധൈര്യമായിട്ട് തോന്നി. Other day I read a verse from book of Hosea. നമ്മളിപ്പോ പറഞ്ഞ ദാനിയേലിന്റെ തൊട്ടടുത്ത പുസ്തകമാണ് ഹോശേയ. Next book after Daniel. ഈ ഹോശേയയുടെ പുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായം നോക്കുക. So chapter 14. 14 ഒടുവിലത്തെ അധ്യായമാണ്. That's the last chapter of the book. അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് സന്തോഷകരമായി തോന്നിയത്. Verse 4 to 7 is what I was reading. അവിടെ കർത്താവ് പറയുന്നു, 4-ന്റെ ഒടുവിൽ പറയുന്നു, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. In verse 4 it says, I will heal their apostasy. അതിന്റെ കൂടെ അടുത്തത്, I will love them freely. ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. I will love them freely. ആരെയാണ്? Whom? പഴയ നിയമ ഇസ്രായേലിനോടാണ് ഹോശേയ പ്രവാചകൻ പ്രവചിക്കുന്നത്. It is a verse to the Israelites. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായ നമുക്കും ഇത് പ്രസക്തമാണ്. But the new covenant Israelites, that's us, it is relevant to us also. ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഔദാര്യമായിട്ട് സ്നേഹിക്കും. God says to us that he will love us freely. കണ്ടോ, നമുക്ക് സ്നേഹം അത് കൂടുതൽ ഔദാര്യമായിട്ട് തരും എന്ന് കർത്താവ് പറഞ്ഞേക്കുന്നു. We see here that God will love us freely. അവിടുന്ന് സ്നേഹത്തിൽ ഒരു കുറവ് കാണിക്കുകയില്ല. He will not hold back his love. കൂടുതൽ ഔദാര്യമായിട്ട് ആവശ്യത്തിലേറെ നൽകുന്നവനാണ്, സ്നേഹം നൽകുന്നവനാണ് ദൈവം. He will love us surplusly. എന്നിട്ട് പറയുന്നു, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂക്കും. I'll be like dew to Israel and he will blossom like lily. ഇവിടെ ഇസ്രായേലിനെ 3 കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. Here God is comparing Israelites with 3 things. അതിൽ ഒന്നാമത്തേത്, അവരെ എന്താ പറഞ്ഞേക്കുന്നത്? അവരെ ലില്ലി പോലെ പൂത്ത്, താമര പോലെ പൂത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. It says they blossom like lily. അപ്പോ അത് ഈ ചെടികളിൽ സസ്യങ്ങളെ കുറിച്ച് 3 തരത്തിലും പറഞ്ഞേക്കുന്നു. Here it says about the plants. അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ലെബാനോനിലെ വലിയ വൃക്ഷങ്ങളെ പോലെ, ലെബാനോൻ വനം പോലെ വേരൂന്നു. It will be like cedars of Lebanon. അവന്റെ കൊമ്പുകൾ പടരും. The shoots will sprout. കണ്ടോ, ഇത് രണ്ടാമത് ഒരു തരം സസ്യജാലത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. It says about the second type of plants. ആദ്യം പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് ഒരു കൊച്ചു ചെടിയാ, ലില്ലി ചെടി. First he said about lily, which is a small plant. കാണാൻ വളരെ ഭംഗിയുണ്ട്, എങ്കിലും അത് വളരെ ദുർബലമായ ഒരു ചെടിയാണ്. It is very beautiful to see, but it is very weak. രണ്ടാമത് പറഞ്ഞത് എന്താ? ലെബനോൻ വനത്തിലെ വലിയ നീളമുള്ള ഉയരമുള്ള വലിയ വൃക്ഷം. Secondly says about the big trees in Lebanon. മൂന്നാമത് അത് കൂടാതെ പറയുന്നു, ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും എന്ന് പറയുന്നു. അതായത് ഒലിവ് വൃക്ഷത്തെ കുറിച്ച് പറയുന്നു. In verse 6 it says beauty like the olive tree. ഒലിവ് വൃക്ഷത്തെ കുറിച്ച്, ഇസ്രായേലിലുള്ള ഒലിവ് വൃക്ഷത്തെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, അത് ഈ ലില്ലിക്കും ലെബനോനിലെ വലിയ വൃക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു തരം വൃക്ഷങ്ങളാണ്. The olive tree is bigger than this lily but smaller than the big trees of Lebanon. അതായത് നമ്മളപ്പം ഇപ്പൊ പറഞ്ഞ ഈ 3 ചെടികള് അല്ലെങ്കിൽ 3 വൃക്ഷങ്ങള് 3 തരത്തെയാണ് കാണിക്കുന്നത്. These 3 plants will shows us 3 things. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരാണെങ്കിലും നമ്മളൊക്കെ പല തരത്തിലുള്ള ആളുകൾ. Even though we are humans, we are of different types. നമ്മുടെ ടെമ്പറമെന്റ് വ്യത്യസ്തമാണ്. Our temperaments are different. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മനുഷ്യന്റെ ടെമ്പറമെന്റുകളെ കുറിച്ചുള്ള ഒരു ലേഖനം വായിക്കുകയായിരുന്നു. Other day I was reading an article about the men's temperament. അപ്പൊ ഞാൻ കണ്ടെത്തി, ഞാൻ കൂടുതൽ ഒരു മെലങ്കളിക്ക് ടെമ്പറമെന്റ് ഉള്ളവരാണ്. I understood I am a melancholic temperament.
അത് ഒരു തരത്തിലുള്ള സാൻഗ്വിൻ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ശക്തരായ ടെമ്പർമെന്റ് ഉള്ള വേറെ ആളുകളുണ്ട്. There are some strong people with the sanguine temperament. കോളറിക് എന്ന് പറഞ്ഞ മറ്റൊരു കൂട്ടരുണ്ട്. Choleric, there's a different type of people. പോട്ടെ, ഇത് ആ നിലയിലെ ഒരു മനഃശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഒരു ക്ലാസ് അല്ലല്ലോ ഇത്. Well, let's leave it. It's not a psychology class. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ പല തരത്തിലുള്ള ടെമ്പർമെന്റ് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. We all have with different temperaments. അങ്ങനെയുള്ള നമ്മളൊക്കെ ഒരേ കാര്യത്തെ തന്നെ സമീപിക്കുമ്പോൾ നമ്മളൊക്കെ അതിനോട് പ്രതികരിക്കുന്നത് പല തരത്തിലായിരിക്കും. We react to the same thing differently. ഇവിടെ ഇതാ ലില്ലിച്ചെടിയും ലെബനോൻ വനത്തിലെ വലിയ വൃക്ഷവും ഒലിവ് വൃക്ഷവും ഒക്കെ ഒരേ കാട്ടിൽ തന്നെയാണ്. We see that lily and the big trees of Lebanon and the olive trees, they all are in the same forest. എന്നാൽ ഈ ലില്ലിച്ചെടി നിലത്ത് പടരുന്ന ഒരു കൊച്ചു ഭംഗിയുള്ള ചെടി. But this lily is on the ground, it grows on the ground. അത് വളരെ ദുർബലമാണ്. ഒരു മൃഗം വല്ലതും വന്ന് ചവിട്ടിയാൽ അതില്ലാതാകും. It's very weak. If an animal comes, it will die. പക്ഷെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതാണ്. But it's very beautiful. മറ്റേ ഇതാ ലെബനോൻ വനത്തിൽ ഉള്ളത്, അതിന് ഒരു വാസനയുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അത് വളരെ ശക്തമായ ഉയരമുള്ള ഒരു മരമാണ്. The other tree in Lebanon is a very big tree. മൂന്നാമത് നമ്മൾ കണ്ട ഒലിവ് വൃക്ഷം ഇതിന് രണ്ടിനും നടുക്ക് തണല് നൽകുന്നതും ഫലങ്ങൾ നൽകുന്നതും ആ ലെബനോൻ മരത്തെക്കാളും ചെറുതും ലില്ലി ചെടിയേക്കാളും വലുതും ആയ ഒരു മരം. The olive tree is between this big Lebanon trees and the lily. It is bigger than lily. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? What are we seeing here? കർത്താവ് പറയുന്നു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ചിലരെ ലില്ലി ചെടി പോലെ ആയിരിക്കും. God is saying to Israelites that some of you may be like lily. നിങ്ങള് മറ്റു ചിലരെ ലെബനോൻ വനത്തിലെ വലിയ വൃക്ഷം പോലെ ആയിരിക്കും. Some others may be like the big trees of Lebanon. മറ്റു ചിലരെ ഒലിവ് വൃക്ഷം പോലെ തണലും ഫലവും ഒക്കെ കൊടുക്കുന്ന ആ നിലയിലുള്ള ഇതിന്റെ മധ്യത്തിലുള്ള ഒരു തരം വൃക്ഷമായിരിക്കും. Some of you may be like olive tree who gives fruits and shade. പക്ഷേ ഞാന് നിങ്ങളെ എല്ലാം ഔദാര്യമായിട്ട് സ്നേഹിക്കുന്നു. But I will freely love you all. എന്തൊരു വലിയ കാര്യമാണ്. What a wonderful thing it is. സഹോദര, നീ നിന്നെ തന്നെ നോക്കുമ്പോൾ നീ ലെബനോൻ വനത്തിലെ ഒരു വലിയ മരം പോലെ, ഒരു തെങ്ങ് പോലെ, ഒരു ആ നിലയില് നിൽക്കുന്ന ആണെങ്കിലും നീയും പേടിക്കണ്ട, നിന്നെയും ദൈവം സ്നേഹിക്കുന്നു. Dear brother, if you see yourself like a big tree of the Lebanon, don't worry, God still loves you. സഹോദരി, നീ നിന്നെ നോക്കുമ്പോൾ ലില്ലിച്ചെടി പോലെ ദുർബലമായിട്ടും ഭംഗിയുള്ള ഒരു ചെടിയായിട്ട് നീ നിന്നെ തന്നെ കണ്ടാല് നീ പേടിച്ചു പോകണ്ട, നിന്നെയും കർത്താവ് ഔദാര്യമായിട്ട് സ്നേഹിക്കുന്നു. Sister, if you see yourself like a lily who is beautiful and is weak, but God still loves you. ലില്ലി ചെടിയെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. Then in Gospel of Matthew, Jesus already told about this lily. മത്തായി 6:28-29 വാക്യങ്ങള് നിങ്ങളെ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക. Matthew chapter 6 verse 27 and 28. 28 and 29. അവിടെ ലില്ലി ചെടിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഈ താമര വളരെ ദുർബലമാണെങ്കിലും, ലില്ലിച്ചെടി വളരെ ദുർബലമാണെങ്കിലും കർത്താവ് അതിനെ കാക്കും. There also it says, even though lily is very weak, he takes care of it. അപ്പൊ സഹോദരി, നീ ഒരുപക്ഷെ നിന്നെ കുറിച്ച് തന്നെ ഒരു ലില്ലിച്ചെടി പോലെ ദുർബലമായിട്ടാണ് കാണുന്നതെങ്കിലും, dear sister, if you see yourself like weak like a lily, നിന്നെയും സ്നേഹിക്കുന്നവനാണ് കർത്താവ്. God will love you also. നീ ഒലിവ് വൃക്ഷം പോലെ രണ്ടിനും മധ്യത്തിലുള്ളതാണോ? If you are like a olive tree which is in between both of them, അതിനെയും ആ നിലയില് പരിപാലിക്കുന്നവനാണ് ദൈവം എന്നാണ് ഹോശേയ ഇവിടെ പറയുന്നത്. God takes care of this olive tree also. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ ടെമ്പറമെന്റ് ഏതാണെങ്കിലും, dear ones, whatever our temperament may be, ദൈവം നമ്മളെ കാക്കുന്നു. God will freely love us. എന്ന് മാത്രമല്ല, നമുക്ക് ചില കുഴപ്പങ്ങൾ വന്നാലും ദൈവം നമ്മളെ കൈവിട്ട് കളയുകയില്ല. God doesn't leave us even if we make some mistakes. ഈ മരത്തോടുള്ള ബന്ധത്തിൽ തന്നെ പറയുന്ന ഇയ്യോബിന്റെ പുസ്തകം 14 ഒരു വാക്യം നോക്കുക. Let's turn to book of Job where it says something about this tree. 14 വാക്യം, ഇയ്യോബ് 14:7. Job chapter 14 verse 7. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. If you are like a tree, there is hope. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. When it is cut down, it will sprout again.
കണ്ടോ, അതൊരു ദേവദാരു മരമാണെന്നിരിക്കട്ടെ, ആ മരത്തെ വെട്ടിക്കളഞ്ഞു. We may think about the cedar of Lebanon. Even if somebody cuts it down, അത് വെട്ടിയ ആ മരം എന്താ, അതുകൊണ്ട് അവസാനിച്ചില്ല, വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. even if it is cut down, it will sprout again. എന്നിട്ട് അതെന്ത് സംഭവിക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. യോബ് And its shoots will not fail. Job chapter 14 verse 7. 7, 8, 9, 7, 8, 9. അവിടെ അതിന്റെ ഇളംകൊമ്പുകൾ വിടാതിരിക്കയില്ല, അതിന്റെ വേൽ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. Verse 8, though its root grow old in the ground and its stem dies in the dry soil, at the scent of the water it will flourish and put springs like a plant. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഏത് തരത്തിൽ, ഈ 3 തരത്തിൽ ഏത് വൃക്ഷം പോലെയാണെങ്കിലും, What I am saying is that even though we are like any of these 3 type of trees, ദൈവം ഔദാര്യമായിട്ട് സ്നേഹിക്കുന്നു. God freely loves us. എന്നാൽ അത് കൂടാതെ നമ്മളെ ജീവിതത്തിന്റെ മധ്യത്തില് ആരെങ്കിലും വെട്ടിക്കളഞ്ഞാലോ അതോടെ ജീവിതം അവസാനിച്ചില്ല. Even if someone cuts us down, it is not our end. ഇവിടെ പറയുന്നു, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. Here it says when it's cut down, it will sprout again. അത് കിളിർക്കും, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. 9-ാം വാക്യം, At the scent of the water, it will flourish. വെള്ളം എന്താ, വേണമെങ്കിൽ നമുക്ക് വെള്ളത്തെ പരിശുദ്ധാത്മാവ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. We can compare the scent of water as the Holy Spirit. ആ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം കൊണ്ട് നമ്മൾ വീണ്ടും പൊട്ടിക്കിളിർക്കും. The Holy Spirit will flourish. ഒരു തൈ പോലെ തളിർ വിടും. 9-ന്റെ 2. And we'll put forth we'll put forth spring like a plant. കണ്ടോ, എന്തൊരു പ്രത്യാശ നൽകുന്ന വാക്യങ്ങളാണ്. What a hope. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ തന്നെ നോക്കുമ്പം ഏത് തരത്തിലുള്ളതാണെങ്കിലും, ഏത് തരം വൃക്ഷം പോലെയാണെങ്കിലും, even though we are like any type of this plant, നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട. don't be discouraged. നമ്മളെ ജീവിതത്തിന്റെ മധ്യത്തില് ആരെങ്കിലും വെട്ടിക്കളഞ്ഞു എന്നിരിക്കട്ടെ, Even though if somebody cuts us down, നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട. don't be discouraged. കാര്യം നമ്മളെ ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് Because നോക്കുന്നത്. God freely loves us. അവിടുന്ന് എന്ത് ചെയ്യും, വെള്ളത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിന്റെ സഹായത്താൽ വീണ്ടും നമ്മളെ പൊട്ടിക്കിളിർക്കാൻ അനുവദിക്കും. God with the power of the Holy Spirit will allow us to grow forth again. എത്ര ധൈര്യം നൽകുന്ന വാക്യങ്ങളാണ് This will give us confidence. ഇവിടെ നമ്മൾ കാണുന്നത്. ധൈര്യം നൽകുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. This verse will give us confidence. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുകൊണ്ട് കർത്താവ് ഈ നിലയില് നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ അടിത്തറയിൽ നിന്ന് ധൈര്യത്തോടെ ആയിരിക്കാം. Let's be rooted on this foundation and be strong. നമുക്ക് ധൈര്യത്തിനായിട്ട് ധൈര്യം നൽകുന്ന ചില വചനങ്ങള് പുതിയ നിയമത്തിൽ നിന്നും വായിക്കാം. Let's read some verse which gives us confidence. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം നോക്കുക. John chapter 14 verse 28. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത് കർത്താവ് പറയുന്നതാണ്. This is a verse which God says when he was about to leave the earth. കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പല അധ്യായങ്ങൾ ദീർഘിക്കുന്ന ഒരു സംഭാഷണം നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. Before he goes to the Calvary, he says this to his disciples. അതിന്റെ 14-ാമത്തെ അധ്യായത്തില് നോക്കുക, അതിന്റെ 27-ാമത്തെ വാക്യം. Chapter 14 verse 27. അവിടെ John chapter 14 verse 27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. Peace I leave with you, my peace I give to you, not like the world gives do I give to you. ഇവിടെ കണ്ടോ, കർത്താവ് പോകാൻ നേരത്തെ കർത്താവ് പറയുക, ഞാന് എന്റെ സമാധാനം ഇനി നിങ്ങൾക്ക് തന്നേച്ചങ്ങ് പോവുക. When Jesus is leaving, he is saying, I will give my peace to you. ഒരു പിതാവ് വീട്ടിലുണ്ടായിരുന്നു, തിരിച്ച് ഗൾഫില് ഒക്കെ മടങ്ങി ജോലിക്ക് പോവുക എന്നിരിക്കട്ടെ. If a father was in their home and he's going to his place of work, പോകുന്നതിന് മുമ്പ് തന്റെ പോക്കറ്റില് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേന എടുത്ത് തന്റെ കൊച്ചു മോന് കൊടുക്കുന്നു. The father is giving the pen he was using to his little boy. ഈ പേന ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. I was using this pen for all these years. എന്റെ പേന ഞാൻ നിനക്ക് തന്നേച്ചു പോകും. I'm giving you this pen.
എന്ന് പറയുന്ന പോലെയാണ് It is like that. എനിക്ക് തോന്നുന്നത് ഈ ഭാഗം Yeah, വായിക്കും. when I read this passage, that's what I think. ഈ സമാധാനം ആരുടെ സമാധാനമാണ്? Whose peace is this? യേശുവിന്റെ സമാധാനം, എന്റെ സമാധാനമാണ്. It's the peace of Jesus. ഈ സമാധാനമാണ് യേശുവിനെ ഈ ഭൂമിയിൽ നിലനിർത്തിയത്. This is the peace which sustained Jesus on this earth. ആളുകള് അപവാദം പറഞ്ഞപ്പോൾ യേശുവിന് ഈ സമാധാനം ഉണ്ടായിരുന്നു. When people are telling bad about him, Jesus had this peace in him. തന്നെ ഉപദ്രവിച്ചപ്പോൾ അവിടത്തേക്ക് ഈ സമാധാനം ഉണ്ടായിരുന്നു. When people persecuted him, he had this peace in him. തന്നെ കുറിച്ച് കെട്ടുകഥകൾ പറഞ്ഞു പരത്തി തന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ചപ്പോഴും യേശു വിഷമിച്ചു പോയില്ല, തനിക്ക് ഈ സമാധാനം ഉണ്ടായിരുന്നു. When people made stories about Jesus, he didn't get discouraged. Because he had this peace in him. അങ്ങനെ ഈ ഭൂമിയിൽ ഉടനീളം തനിക്ക് സഹായകരമായിരുന്ന സമാധാനം. So this peace which was helpful for him on this earth, ഇനിയിപ്പം താന് മരിച്ച് അങ്ങ് സ്വർഗത്തിലോട്ട് പോവുക. he is going to die and then go back to heaven. ഈ സമാധാനം ഇനി ആവശ്യമില്ല. I don't need this peace. അപ്പൊ ഈ സമാധാനം ആർക്ക് കൊടുക്കുന്നു? So he is giving this peace to whom? നിനക്ക് തന്നേച്ചു. He is giving to the disciples. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈയാളുന്ന ഈ സമാധാനം യേശുവിന്റെ സമാധാനമാണ്. The peace which we have is the peace of Jesus. യേശുവിനെ നിലനിർത്തിയ സമാധാനമാണ്. The peace which kept Jesus. ആ പിതാവ് ഏതെല്ലാം വലിയ വലിയ ഡോക്യുമെന്റ്സ് ഈ പേന കൊണ്ട് ഒപ്പിട്ടു. The father would have signed all these big documents with this pen. ഏതെല്ലാം വിലപ്പെട്ട കാര്യങ്ങള് എഴുത്തുകുത്തുകള് ഈ പേന കൊണ്ട് നടത്തി. What all precious things he did with this pen. എന്നിട്ട് പോകാൻ നേരത്തെ പടിവാതിക്ക വെച്ച് ഗേറ്റിന്റെ അവിടെ വെച്ച് മോനോട് പറയാം, മോനെ ഞാൻ ഇത്രയും നാൾ ഈ പേന ഉപയോഗിച്ചു, ഇനി എന്റെ പേന നിനക്ക് തന്നേച്ചു പോകുന്നു. While he is leaving at the gate, he is giving this pen to his little boy. I used this pen all this time, now you can use it. ഞാനൊരു അത്ര ഭംഗിയുള്ള ഒരു ഉദാഹരണമല്ല പറഞ്ഞത്. It is not a very good example. എങ്കിലും നിങ്ങൾ ഓർക്കുക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. But you understand that God is giving this peace to us. ഈ സമാധാനം യേശു ഉപയോഗിച്ചിരുന്നതാണ്. It's a peace which Jesus used. യേശുവിനെ നിലനിർത്തിയതാണ്. The peace which he kept Jesus. അതേ സമാധാനം തന്നെ അവിടുന്ന് സ്വർഗത്തിൽ പോകാൻ നേരത്ത് നമ്മുടെ കയ്യിൽ തന്നേച്ച് പറയുന്നു, ഇനി ഇത് നിനക്കിരിക്കട്ടെ. When he was about to leave the earth, he is giving that peace to us and telling, keep that peace with you. പ്രിയപ്പെട്ടവരെ, ആ നിലയില് കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായിട്ടിരിക്കുക. When Jesus says this to us, let's us be with courage. ഇത് വെറുതെ പറയുന്നതല്ല. He is not simply saying it. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-22 വാക്യം നോക്കുക. Galatians chapter 2, 5:22. chapter 5 verse 22. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ എന്താ അവിടെ പറയുന്നത്? ആ ലിസ്റ്റിൽ പറയുന്നത് സമാധാനമാണ്. The fruits of the spirit, there is peace. അപ്പോ നമ്മളെ ആ നിലയില് പരിശുദ്ധാത്മാവിന്റെ ആ നിലയിൽ നമ്മളെ നിറച്ച ആ ഫലം നമ്മിൽ ഉണ്ടാകുമ്പം ഈ സമാധാനം തന്നെ നമ്മളും കൈയാളും. When the Holy Spirit fills us, then we'll have this fruit of the spirit, peace. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഈ ഫലം അതിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. We should take this fruit of the spirit seriously. അതായത് ഈ ഒരു വിഷമം വരുമ്പോഴ്, പ്രയാസം വരുമ്പോഴ്, നിരാശപ്പെട്ടു പോകാവുന്ന സമയത്ത്, നമ്മൾ പേടിച്ചു പോകാവുന്ന സമയത്താണ് നമുക്ക് ആത്മാവിന്റെ ഈ ഫലമായ സമാധാനം ആവശ്യമുള്ളത്. When a difficult situation comes, when a scary situation comes, that's where when we need this fruit of the spirit, the peace. അവിടെ ആത്മാവിന്റെ 9 ഫലങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ഫലം സമാധാനമാണ്. There are 9 fruits of the spirit. One of them is peace. ഗലാത്യർ 5:22. Galatians 5 verse 22. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനമുണ്ടോ? Dear ones, do we have this peace in our life? എപ്പോഴെങ്കിലും ഒരു വികാരത്തിന്റെ തലത്തിൽ, ഒരു തോന്നലിന്റെ തലത്തില് ഒരു അസ്വസ്ഥത വരുമ്പോ നമ്മൾ കർത്താവിനോട് പറയുക, When we are disturbed, then we have to tell the Lord, കർത്താവേ, നിന്റെ സമാധാനം എനിക്ക് തന്നേച്ചു പോയല്ലോ. Dear God, you gave your peace to keep with me. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നല്ലോ. When I accepted Jesus as my Lord, the Holy Spirit came inside me. ആ ആത്മാവിന്റെ ഫലമായിട്ട് സമാധാനം ഉണ്ടെന്ന് ഗലാത്യർ 5:22 പറയുന്നുണ്ടല്ലോ. In Galatians chapter 5 verse 22, it says that there's a peace as a fruit of spirit. ആ ആത്മാവിന്റെ ഫലമായ നീ എനിക്ക് തന്നേച്ചു പോയ ആ സമാധാനം ഞാൻ വിശ്വാസത്താല് അവകാശപ്പെടുന്നു എന്ന് വിഷമത്തിന്റെ സമയത്ത് പറയുക. At the time of difficulty, say that, Lord, the peace which you offers, I want to take it. നമ്മൾ വിശ്വാസത്തോടെ എങ്ങനെ പറയുമ്പോ
ദൈവം നമുക്ക് സമാധാനം തരും. That's when we say with faith, then God will give us this peace. നാം ലോകമനുഷ്യരെ പോലെ ആ നിലയിൽ വിഷമിച്ചു പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. God doesn't want us to be disturbed like the worldly people. നമ്മുടെ ടെമ്പറമെന്റ് എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. Whatever our temperament may be, the God will loves us. നമ്മുടെ ജീവിതത്തില് നമ്മളെ വെട്ടിക്കളഞ്ഞാലും വീണ്ടും പൊട്ടിക്കിളിർക്കാൻ നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. Even if somebody cuts us down, then God will help us to sprout again. ആ കർത്താവിനെ കാണുക, കർത്താവില് ധൈര്യമുള്ളവരായിട്ടായിരിക്കുക. Let's trust this God. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ കാഴ്ചയിൽ ലോകമനുഷ്യരെ പോലെ തന്നെ. When we are on this earth, we are just like the other people. അവരെ പോലുള്ള വിഷമങ്ങൾ നമുക്കുമുണ്ട്. We'll also have the problems like them. സ്വാഭാവികമായിട്ട് കർത്താവിൽ നമ്മൾ ശക്തിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നിരാശയും അധൈര്യവും ഭയവും ഒക്കെ നമുക്കും വരാം. And if we don't trust God, then we'll be discouraged and disappointed. യേശുവിനോട് കൂടെ 3.5 വർഷം ചെലവഴിച്ചവരായിരുന്നു ശിഷ്യന്മാര്. The disciples were with Jesus for 3.5 years. എന്നിട്ടും ചില സാഹചര്യങ്ങളിൽ അവർ ഭയപ്പെട്ടു പോയി. But at some situations they were also scared. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഭയം വന്നാൽ എല്ലാം പോയി എന്ന് കരുതണ്ട. Even if you see fear in your life, don't think that it's the end. നമ്മുടെ പ്രത്യേകതകൾ അറിയാവുന്ന കർത്താവ്, The God who knows our temperaments. നമ്മള് ഒരു ലില്ലിച്ചെടി പോലെ കൊച്ചു ചെടിയാണെന്ന് ഇരുന്നാൽ പോലും നമ്മളെയും സ്നേഹിക്കുന്നവനായ കർത്താവ്. Even if though we are like a lily, even if we are small, but God loves us. ആ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക. Let's go to that Lord. നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം കഴിഞ്ഞൊരു ദിവസവും നമ്മൾ ചിന്തിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. 11:36. Romans chapter 11 verse 36. അവിടെ നമ്മൾ കാണുന്നത് സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാണ് എന്നാണ് അവിടെ കാണുന്നത്. We see that everything from him, through him and to him. കണ്ടോ, ഇത് നമുക്ക് തരുന്ന ഒരു ഉറപ്പ്. നമ്മൾ ആയിരിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യം അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവനാലാണ്. The different situations which we encounter, it is from him. ദൈവം അനുവദിച്ചതാണ്. God allowed it. മോശപ്പെട്ട സാഹചര്യങ്ങള് പിശാചായിരിക്കാം കൊണ്ടുവരുന്നത്. Satan would have brought this difficult situation in our life. ഇയ്യോബിന്റെ ജീവിതത്തിലെ പിശാച് കൊണ്ടുവന്നത് പോലെ. We see that in Job's life, that Satan brought difficult situation in his life. പക്ഷേ ദൈവം അനുവദിച്ചത് കൊണ്ടേ അവന്റെ മേലെ പിശാചിന് അത് കൊണ്ടുവരാൻ But പറ്റും. God has allowed it so that Satan can bring it on him. അതുകൊണ്ട് ഏത് സാഹചര്യവും നമുക്ക് കർത്താവ് അറിയാതെ വരികയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. So we should have that assurance that nothing will happen in our life without God's knowledge. അതുകൊണ്ട് നമുക്ക് ഏത് സാഹചര്യവും സകലവും അവനിൽ നിന്നും അവനാലുമാണ്. From him and through him. ഈ അവനാരാണ്? Who is this him? നമ്മളെ ഔദാര്യമായി സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ്. The one who freely loves us. താൻ ഉപയോഗിച്ചിരുന്ന സമാധാനം നമുക്ക് തന്നേച്ചു പോയവനായ Who gave his peace to us. അതുകൊണ്ട് എന്ത് വേണം? സകലവും അവനിൽ നിന്നും അവനാലും ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവങ്കലേക്ക് തന്നെ ചെല്ലണം. Since everything is from him and through him, then we need to go to him. കണ്ടോ, ഈ അവനിൽ നിന്നും അവനാലും എന്നുള്ളതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തോ ചെയ്യണം? അവങ്കലേക്ക്. For like a continuation for from him, through him, then it comes to him. That we should do. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം, തൊട്ടടുത്ത വാക്യം 12-ന്റെ 1-ാമത്തെ വാക്യമാണ്. The next verse, that's Romans chapter 12 verse 1. അത് തുടങ്ങുന്നത് therefore എന്ന് പറഞ്ഞാണ്. It starts with therefore. അതുകൊണ്ട് ഇതൊരു പുതിയ അധ്യായമാണെങ്കിലും ഇത് മറ്റേതിൽ നിന്ന് മാറി നിൽക്കുന്നതെല്ലാം തൊട്ട് 36-ൽ 11:36 പറഞ്ഞതിന്റെ തുടർച്ചയാണ്. Even though it's a new chapter, it is a continuation of the previous verse. ഇതെല്ലാം കർത്താവിൽ നിന്നും കർത്താവിനാലും കർത്താവിങ്കലേക്കുമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? Because everything is from him, through him and to him, what we need to do? നമ്മളെ തന്നെ ദൈവസന്നിധിയില് കർത്താവിനായിട്ട് സമർപ്പിക്കുക. We should present our bodies before the Lord. അപ്പോ കാര്യങ്ങൾ വ്യത്യാസമായി തീരും. Then the things will become different. ധൈര്യം, കർത്താവിന്റെ ധൈര്യം നമുക്ക് കൈയാളാനായിട്ട് കഴിയും. We can have the courage which Jesus had. മരണത്തെക്കുറിച്ചുള്ള പേടി മാറിപ്പോകും. We will overcome the fear of death. കർത്താവ് ഉപയോഗിച്ചിരുന്ന അതേ സമാധാനം തന്നെ കൈയാളുന്നവരായിട്ട് നമുക്കായിരിക്കാനായിട്ട് കഴിയും. Jesus given us the peace which he has used. നമുക്കൊരു നിമിഷം തലകളെ വണക്കുകയും നമുക്ക് ദൈവസന്നിധിയില് കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാമോ? Let's close our eyes and pray to the Lord.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ലോക മനുഷ്യർക്കുള്ളതുപോലെ പല പ്രയാസങ്ങളും നമുക്കും ഉണ്ട്. Dear ones, we'll also have different problems like the worldly people. എന്നാൽ നമ്മൾ ഈ ലോകത്ത് ആ ലോക മനുഷ്യരെ പോലെ അനാഥരല്ല. But we are not like orphans like the worldly people. നമുക്കൊരു പിതാവുണ്ട്. We have a heavenly Father. ആ സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാണ്. Everything is from Him, through Him, and to Him. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു. He loves us. അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. He will strengthen us. നമ്മൾ ഏത് ടെമ്പറമെന്റ് വ്യത്യസ്തമായ ഇതിലുള്ളവരാണെങ്കിലും അതിനെല്ലാം ഉപരിയായിട്ട് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അവിടുന്ന് സ്നേഹിക്കുന്നു. Even though we have different temperament, God loves us freely. നമ്മളെ വെട്ടിക്കളയപ്പെട്ട ഒരു വൃക്ഷം പോലെ നമുക്ക് തോന്നിയാലും, Even though we are cut down, വീണ്ടും പൊട്ടിക്കിളിർക്കാൻ പരിശുദ്ധാത്മാവിന്റെ ജലം നമുക്ക് തരുന്നവനാണ് അവിടുന്ന്. we will sprout again with the power of the Holy Spirit. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ വിട്ടുപോകല്ലേ. Even though some problems may come in our life, don't leave the Lord. കർത്താവിങ്കിലേക്ക് തന്നെ ചെല്ലുക. Come back to the Lord. കർത്താവിനെ തന്നെ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക. Let's surrender our heart to the Lord. 12:1 നമ്മൾ വായിക്കുന്ന ജീവനുള്ള ഒരു യാഗമായി കർത്താവിങ്കിലേക്ക് തന്നെ നമ്മളെ സമർപ്പിക്കുക. Like we read in Romans chapter 12 verse 1, let's present our bodies as a living and holy sacrifice before the Lord. ഇത് കേവലം മീറ്റിംഗിൽ കേട്ട് മറന്നു പോകാനായിട്ടുള്ളതല്ല. This is not something to forget after the meeting. തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പേടികളും വരുമ്പോൾ ഈ കാര്യം എക്സസൈസ് ചെയ്യുക. We have to exercise this when the fear comes to our life from Monday to Saturday. മരണഭയവും മറ്റു ഭയങ്ങളും ഒന്നും നമ്മൾ അങ്ങനെ ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. God doesn't want to live in the fear of death or in other fears. നമ്മൾ ധൈര്യമുള്ളവരായിട്ട് ആ നിലയിലെ കർത്താവില് സമർപ്പിതരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Let us be with courage and let's surrender our life to the Lord. നമുക്ക് ആ നിലയില് മുന്നോട്ട് ജീവിപ്പാനായിട്ട് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കാം. Let's surrender our life before the Lord. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you with these verses. Thank you. Amen.